ഹലോ ഫ്രണ്ട്സ്, സോൾഫുൾ ലാൻഡ്സ്കേപ്പിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഫോട്ടോഗ്രാഫി പഠിക്കാം എന്നുള്ള സെഗ്മെന്റിലെ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ കയറുകയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാമറ മോഡുകൾ. ഇപ്പൊ നമ്മൾ ക്യാമറകളെ കുറിച്ച് പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെൻസുകളെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്ന പലതരത്തിലുള്ള ക്യാമറ മോഡുകളാണ്. തുടക്കക്കാരൻ നിലയിൽ നമുക്ക് ക്യാമറ കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോ മോഡിൽ മാത്രം ഇട്ട് ഫോട്ടോ എടുക്കേണ്ട അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, ആ സ്റ്റെപ്പ് എന്തൊക്കെയാണ്, ആ മോഡുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു സിമ്പിൾ ബിഗിനർ ഫ്രണ്ട്ലി വീഡിയോ ആണ്. പണി അറിയാവുന്നവന്മാരെ ഈ വീഡിയോ കണ്ട, ഇത് തുടക്കക്കാർക്കുള്ള വീഡിയോ ആണ്. എന്നാലും ഇവിടെ കണ്ടോ, ചുമ്മാ ഇരിക്കട്ടെ. സോ വിത്തൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മളിന്ന് പ്രധാനമായിട്ടും 4 മോഡുകളാണ് കാണാൻ പോകുന്നത്. ഓട്ടോ മോഡ്, TV മോഡ്, AV മോഡ്, മാനുവൽ മോഡ്. അപ്പോൾ അത് കഴിഞ്ഞ് വേറെയും കുറച്ച് മോഡുകളുണ്ട്. അത് നമ്മൾ വളരെ ബ്രീഫായിട്ട്, വളരെ ക്വിക്കായിട്ട് ഒന്ന് പറഞ്ഞു പോകും. പക്ഷെ ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, കാരണം ഇത് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യാൻ പോകുന്ന മോഡുകളാണ്. സോ നമുക്ക് ആദ്യത്തെ സംഭവത്തിലേക്ക് പോകാം. ഓട്ടോ മോഡ്. എന്താണ് ഓട്ടോ മോഡ്? എന്താണ് ഓട്ടോ മോഡ്? ഇവിടെ നമുക്ക് യാതൊരു കഴിവില്ല. ഫുള്ള് കഴിവ് ക്യാമറയുടെ കഴിവാണ്. നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്ക്, ISO, ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ക്യാമറ തരും. ഈവൻ നിങ്ങൾക്ക് വൈറ്റ് ബാലൻസിനുള്ള ഓപ്ഷൻ ഇല്ല. വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ ഇതുണ്ട്, RAW ആണോ JPG ആണോ തീരുമാനിക്കാം. ഈ ഒരു സംഭവം എങ്ങനെ ഫോട്ടോ, എത്ര സെക്കൻഡ് ഡിലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാന്നുള്ളതല്ലാണ്ട് നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് പോയിട്ട് നിങ്ങൾക്ക് വേറെ ഒരു സാധനം അതിൻ്റെ അത് മാറ്റാൻ പറ്റില്ല. അവിടെ ക്യാമറ ഫുള്ള് തീരുമാനിക്കും എങ്ങനത്തെ ഫോട്ടോ എടുക്കുക എന്നുള്ള കാര്യം. വലിയ മോശമില്ലാത്ത ഫോട്ടോ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇൻഫോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം ഒക്കെ വളരെ നല്ലതാണ്, പറ്റുന്നിടത്തോളാണ്. പക്ഷേ വാട്ട് ഇഫ് ഇൻ കേസ് എനിക്ക് കുറേ കൂടെ എല്ലാ ഏരിയയും ഒരുപോലെ ഫോട്ടോ ഫോക്കസ്ഡ് ആയിരിക്കും. 2.8 പകരം എനിക്ക് വേണ്ടത് ഒരു F4 ആണ്, നടക്കില്ല. അവിടെയാണ്. അല്ലെങ്കിൽ F8 നിങ്ങൾ ലാൻഡ്സ്കേപ്പ് എടുക്കുകയാണ്, നടക്കില്ല. അപ്പോൾ അത് സബ്ജക്റ്റ് ഫ്രണ്ടിലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്ത് ഒരു പക്ഷേ നടക്കുമായിരിക്കാം, നടക്കാണ്ടിരിക്കാം. അപ്പോൾ അത് ആ സമയത്ത് നമ്മളത് ഭാഗ്യം പോലെ, എനിക്ക് കഴിഞ്ഞ ദിവസം നടന്നിട്ടില്ല പുറത്ത് പോയപ്പോൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതാണ് ഈ ഓട്ടോ പ്ലസ് അല്ലെങ്കിൽ സീൻ ഇൻ്റലിജൻറ്റ് ഓട്ടോ തുടങ്ങിയ സംഭവങ്ങളൊക്കെ. ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു പക്ഷേ ഡിക്റ്റേറ്റ് ചെയ്ത് അങ്ങനെ തരുമായിരിക്കും. പക്ഷേ എന്നാലും അങ്ങനെ തന്നെ ആരും നിർബന്ധമില്ല. നിക്കോൺ ആണെങ്കിൽ ഓട്ടോ മോഡ് എന്ന് പറയും, സോണിക്കാണെങ്കിലും ഓട്ടോ മോഡെന്ന്, അല്ലെങ്കിൽ വിത്ത് സീൻ റെക്കഗ്നീഷൻ എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ക്യാനോണിന് ഓട്ടോ പ്ലസ് സീൻ ഇൻ്റലിജൻറ്റ് ഓട്ടോ എന്നൊരു സംഭവമാണ് പറയുന്നത്. ഓട്ടോ മോഡിനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും മനസ്സിലാക്കേണ്ട. നിങ്ങളൊരു അബ്സല്യൂട്ട് ബിഗിനർ ആണ്, നിങ്ങൾക്കൊരു ക്യാമറ വേണം, നിങ്ങൾക്ക് ചുമ്മാ ഫോട്ടോ എടുക്കണം, യാത്ര ചെയ്യുമ്പോൾ ചുമ്മാ ഫോട്ടോ എടുക്കണം, യു ഡോണ്ട് വാണ്ട് ടു തിങ്ക് അബൌട്ട് ടു മച്ച്, ഈവൻ JPG മതി, റോയിൽ പോലും ഫോട്ടോ എടുക്കണ്ട. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്നാപ്പ് എന്നൊരു സംഭവം വരുന്നുണ്ടെങ്കിൽ ക്യാമറ വിൽ ഡു ദി ജോബ് ഫോർ യു. ദ മോർ അഡ്വാൻസ്ഡ് ക്യാമറ നിങ്ങൾക്കുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ഫേംവെയറും കാര്യങ്ങളൊക്കെ ഉള്ള ക്യാമറ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട. നിങ്ങൾ ഓൾമോസ്റ്റ് ലൈക്ക് നേരത്തെ പറഞ്ഞല്ലോ 80-90% സംഗതി വളരെ പെർഫെക്റ്റ് ആയിരിക്കും. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ മോഡിലും, ഓട്ടോ മോഡിൽ ഒഴികെ ബാക്കി എല്ലാ മോഡിലും നിങ്ങൾക്ക് ISO ഓട്ടോയും ഇടാം, ISO കൺട്രോളും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ISO ഓട്ടോ എന്ന് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ISO ഇടാം. സോ ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ ക്യാമറ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ക്യാമറ നിങ്ങൾക്ക് വേണ്ട ഒരു ISO തരും. പക്ഷെ നിങ്ങൾ മാനുവലായിടുന്നെങ്കിൽ ക്യാമറ അങ്ങനെ മാറ്റൂല, നമ്മളിടുന്ന ISO ആയിരിക്കും ഇടുക. നമുക്ക് അടുത്ത മോഡിലേക്ക് പോകാം. അടുത്ത മോഡാണ് TV മോഡ്. എന്താണ് TV മോഡ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് TV എന്ന് വിളിക്കുന്നു? ക്യാനോൺ ആണ് ഇതിനെ TV എന്ന് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളതൊക്കെ ഇതിനെ സോണി ആണെങ്കിൽ സോണി നിക്കോണൊക്കെ ഷട്ടർ പ്രയോറിറ്റി മോഡെന്ന് വിളിക്കുന്നു. അപ്പം TV എന്ന് ക്യാനോൺ വിളിക്കുന്നതിൻ്റെ കാര്യം, അതിൻ്റെ അർത്ഥം നമ്മുടെ TV അല്ല, അത് ടൈം വാല്യൂ മോഡാണ്. സമയത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള മോഡായതുകൊണ്ടാണ് TV മോഡ് എന്നുള്ള ഒരു സംഭവം ഇതിന് വരുന്നത്. അപ്പോൾ TV മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV മോഡിലേക്ക് എത്തേ. എന്താണ് TV മോഡ്? TV മോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഷട്ടർ സ്പീഡ്, TV എന്ന് പറഞ്ഞാൽ എന്താ, ടൈം വാല്യൂ മോഡ് അല്ലെങ്കിൽ ഷട്ടർ പ്രയോറിറ്റി മോഡ്. ഇവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഷട്ടർ സ്പീഡാണ്. നമ്മളാണ് ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. മുമ്പിൽ വളരെ സ്പീഡിൽ ഓടിപ്പോകുന്നതിൻ്റെ കുട്ടിയുടെ ഫോട്ടോ എടുക്കണം. സോ എനിക്കൊരു ഒരു 500 അല്ലെങ്കിൽ 800 1/800th ഓഫ് എ സെക്കൻഡിൻ്റെ ഷട്ടർ സ്പീഡ് വേണം. അപ്പർച്ചർ കൺട്രോൾ ചെയ്തോളും ക്യാമറ, ISO ക്യാമറ കൺട്രോൾ ചെയ്തോളും. ഇറ്റ്സ് സോ ഗുഡ്. ലൈറ്റ് മീറ്റർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ എടുത്തു തരാം, അതെന്നാ സംഭവം എന്നുള്ള കാര്യം. അപ്പോൾ ഷട്ടർ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ലോങ് എക്സ്പോഷർ ഫോട്ടോ എടുക്കണം, 25 സെക്കൻഡ്. അപ്പം നമുക്ക് ഇനിയിപ്പം ഫിൽറ്റർ വേണം, എന്നാലും ഞാൻ പറഞ്ഞാണ്, ഫിൽറ്റർ വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കുക. ഷട്ടർ അതിനനുസരിച്ചുള്ള സാധനം തരും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫുൾ മാനുവൽ കോംപ്ലക്സ് സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. പക്ഷേ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് പ്രിഫർ ചെയ്യുക AV മോഡായിരിക്കും. ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചോളട്ടെ, നമ്മൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ F16 ബ്ലിങ്ക് ചെയ്യുന്ന കാണാൻ പറ്റും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോപ്പർ എക്സ്പോഷറിൻ്റെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി താഴോട്ട് താത്തിയാൽ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ ക്യാമറയ്ക്ക് പറ്റില്ല. അപ്പർച്ചർ ദ ലോവസ്റ്റ് എത്തി, ISO ദ ലോവസ്റ്റ് എത്തി. അപ്പോൾ നമ്മളിനി കുറച്ച് ഷട്ടർ സ്പീഡ് കൂട്ടി കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ 3.2 സെക്കൻഡ് ഒക്കെ ആണെങ്കിൽ
ഇതാ F16 ISO 100 പെർഫെക്റ്റ് എന്നാണ് കാണിക്കുന്നത്. ഉണ്ടല്ലേ, താഴോട്ട് പോകുന്നവരും ബ്ലിങ്ക് ചെയ്യുന്നത്. നമ്മുടെ ഒരു എക്സ്പോഷറിന്റെ സംഭവം. ഇപ്പം നേരെ തിരിച്ച് ഞാനത് കൂട്ടി പോയിട്ട് കണ്ടോ, ഇവിടെ കുഴപ്പമില്ല. 1/2000 പറ്റൂല. ഉണ്ട് 1/1600 വരെ ഓക്കെയാണ്, പ്രോപ്പറുള്ള എക്സ്പോഷർ കിട്ടും. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്ലിങ്ക് ചെയ്യുന്നു. കാരണം ഇനിയും f1.4 താഴോട്ട് പോകാൻ പറ്റില്ല. ISO റേഞ്ചും 3200 എത്തി. ഞാൻ ISO റേഞ്ച് 3200 മാക്സിമം ഈ ക്യാമറയ്ക്ക് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ TV മോഡ്. അപ്പോൾ ഈ മോഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വൈൽഡ് ലൈഫ്, ഫാസ്റ്റ്, കുട്ടികളെ കോടി കളിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ കൂടുതൽ ഷട്ടർ സ്പീഡ് മാത്രം കൂട്ടിയിട്ട് ISO അപ്പർച്ചറും ക്യാമറ തീരുമാനിച്ചോട്ടെ, ഐ ഡോണ്ട് കെയർ എന്നുള്ള ഒരു സിറ്റുവേഷൻ എടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ TV മോഡ്, ടൈം വാല്യൂ മോഡ് അല്ലെങ്കിൽ ഷട്ടർ പ്രയോറിറ്റി മോഡ്. അപ്പോൾ നമ്മൾ ഓട്ടോ മോഡും കണ്ടു, TV മോഡും കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് AV മോഡാണ്. AV മോഡ് എന്ന് പറഞ്ഞാൽ അപ്പർച്ചർ വാല്യൂ മോഡ് അല്ലെങ്കിൽ അപ്പർച്ചർ പ്രയോറിറ്റി മോഡ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ സോണിക്ക് നിക്കോണൊക്കെ എന്നാണ് തോന്നുന്നു, എനിക്ക് എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾ നോക്കുക, ക്യാനോൺ AV മോഡ് എന്നുള്ള ഒരു അവസാനം കയ്യിലിരിപ്പുണ്ട്. സോ നമുക്ക് AV മോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കണ്ടു നോക്കാം. AV മോഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, അപ്പർച്ചർ ആണ് നമ്മൾ പ്രധാനം കൺട്രോൾ ചെയ്യുന്നത്. ISO ഓട്ടോ ആണെന്ന് നിങ്ങൾ വിചാരിച്ച് വെച്ചേക്കുക, അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചിന്തിച്ച് വെച്ചേക്കുക. എനിക്ക് ലാൻഡ്സ്കേപ്പ് ആണ് എടുക്കേണ്ടത്, അപ്പോൾ അതിനനുസരിച്ചുള്ള മോശമില്ലാത്തൊരു ഷട്ടർ സ്പീഡ് എനിക്ക് തരുന്നുണ്ട്. F8 അപ്പോൾ കുറേയും കൂടി ഏരിയ കണ്ടില്ലേ, ഫോക്കസ്ഡ് ഒക്കെ ആയി കുറേയും കൂടി ഏരിയ നമുക്ക് ഒരു അത്രയും ബ്ലർ ഇല്ലാത്ത വിധത്തിൽ. ഇനിയിപ്പോൾ എനിക്ക് നേരെ തിരിച്ച് വളരെ പെട്ടെന്ന് F2, F1.4 വളരെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുള്ളൊരു ഫോട്ടോ വേണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് പോർട്രേറ്റ് എടുക്കാൻ വളരെ നല്ലതാണ്, ട്രാവലിന് വളരെ നല്ലതാണ്. വളരെ ക്വിക്കായിട്ട് നമുക്ക് അപ്പർച്ചർ മാത്രം മാറ്റിയാൽ മതി. ഇതിനകത്ത് വലിയ പാളിച്ചകൾ വരില്ല. കാരണം നമ്മൾ അല്ലെങ്കിൽ ലൈക്ക് എക്സ്ട്രീം ലോ ലൈറ്റ് സിനാരികളൊക്കെ വരണം. അല്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ട് എല്ലാ പരിപാടിക്കും പറ്റുന്നൊരു സാധനമാണ് നമ്മുടെ AV മോഡ്. പക്ഷേ ഇനിയും AV മോഡിൻ്റെ ഒരു വലിയ പ്രശ്നം വെച്ചാൽ നമുക്ക് അങ്ങനെ ഫുള്ള് റിലേ ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോൾ ഒരു ലോങ് എക്സ്പോഷർ ഫോട്ടോയാണ് വേണ്ടത്. ഇപ്പം ഞാൻ F8 അങ്ങ് ഇടാൻ പോവാണ്. F8 അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു 3 സെക്കൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെ ഒക്കെ വേണം. ഞാൻ ISO എത്ര കുറച്ചാൽ പോലും എനിക്കൊരു 6 സെക്കൻഡിൻ്റെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു ഫിൽറ്റർ ഫ്രണ്ടി വെച്ചാൽ ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കൂല. ക്യാമറയ്ക്ക് ട്രൈപോഡിൻ്റെ മണ്ടയിലാണ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവില്ലാത്തടത്തോളം കാലം നമുക്ക് അത്രയും സെറ്റപ്പിലേക്ക് AV മോഡ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ബാക്കി എല്ലാത്തിനും വളരെ നല്ല കാര്യമാണ്. സോ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. എന്താണ് മാനുവൽ മോഡ്? ദ കിങ് ഓഫ് ഓൾ മോഡ്സ് എന്ന് വിളിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനുവൽ മോഡിലേക്ക് പോട്ടെ. എന്ന് വിളിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാനുവൽ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണി പഠിച്ച് നിങ്ങൾ പ്രൊഫഷണൽ ആണെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനുവൽ മോഡാണ് മോസ്റ്റ് കംഫർട്ടബിൾ. ഇറ്റ്സ് ലൈക്ക് കുറച്ച് തുടക്കത്തിലൊരു കൺഫ്യൂഷൻ മാറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫിംഗർ അതിനനുസരിച്ച് അങ്ങ് സെറ്റായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആകും. ലൈക്ക് ലൈറ്റിക്ക് നോക്കി, ഹിസ്റ്റോഗ്രാം നോക്കി ടപ്പ സീനിനനുസരിച്ച് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ലൈക്ക് കാരണം പല സമയത്തും ISO നമുക്ക് ആവശ്യമില്ലാണ്ട് ചിലപ്പോൾ ക്യാമറ കൂട്ടിക്കളയും. 6400 പൊക്കോട്ടെ, ഷട്ടർ സ്പീഡ് ഇത്ര ഇരുന്നാൽ മതി എന്ന് വെച്ച് കളയും, ചിലപ്പോൾ AV മോഡിലാണെങ്കിലും ഏതിലാണെങ്കിലും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് മാനുവൽ മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ISO 6400 വേണ്ട, ISO 3200 മതി, ഷട്ടർ സ്പീഡ് കുറച്ചാൽ മതി, ട്രൈപോഡ് കയ്യിലുണ്ട്. അതൊന്നും ക്യാമറയ്ക്ക് അറിയത്തില്ല ട്രൈപോഡിലാണോ കയ്യിലാണെന്നുള്ള കാര്യം. സോ ട്രൈപോഡിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത്ര ലോവർ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അൺലെസ് നിങ്ങൾ ഓടുന്ന കുട്ടിയുടെയൊക്കെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ബ്ലറായി പോകും. അല്ലാണ്ട് നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ലോങ് എക്സ്പോഷർ ഒക്കെ എടുക്കാൻ നേരത്തെ. സോ മാനുവൽ മോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൺട്രോൾ ചെയ്യും. ഷട്ടർ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യണം, അപ്പർച്ചർ നമ്മൾ കൺട്രോൾ ചെയ്യണം ലൈറ്റിനനുസരിച്ച്, ISOയും നമ്മൾ കൺട്രോൾ ചെയ്യണം, അതിൻ്റെ ലൈറ്റ് മീറ്റർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് മാനുവൽ മോഡ്, വളരെ സിമ്പിൾ ആൻഡ് സ്ട്രൈറ്റ് ഫോർവേഡ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ടതല്ല, ചില റയർ കേസ് സിനാരിയോസിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന കുറച്ച് ബോണസ് മോഡുകൾ കണ്ടു നോക്കാം. ഈ ബൾബ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം. ബൾബ് മോഡ് വന്നു കഴിഞ്ഞാൽ അതിനോട് ബൾബ് നിയോഗിച്ചു, അപ്പർച്ചർ ഉണ്ട്, ISO ഉണ്ട്, ലൈറ്റ് മീറ്റർ ഇല്ല, ഒന്നുമില്ല, വൈറ്റ് ബാലൻസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്നുണ്ടല്ലേ. ആൻഡ് ആക്ച്വലി സ്പീക്കിംഗ് നമുക്കിവിടെ ഹിസ്റ്റോഗ്രാം വരെ പാർഷ്യലി അല്ലേ ബ്ലറായിട്ടിരിക്കുന്നത്. കാരണം എന്താ, ഇതിന് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്ന ഷട്ടർ സ്പീഡ് എത്രയാണോ അതിനനുസരിച്ച് ഹിസ്റ്റോഗ്രാം ഫോട്ടോ കഴിയുമ്പോഴേ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന 30 സെക്കൻഡിന് മുകളിലേക്കുള്ളൊരു ഫോട്ടോ എടുക്കണം. കാരണം നോർമലി ഇപ്പം മാനുവൽ മോഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഷട്ടർ സ്പീഡ് 30 സെക്കൻഡ് വരെ പോവുള്ളൂ. പക്ഷെ ബൾബ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പോകില്ലെന്ന് തോന്നും. പക്ഷെ നിങ്ങൾ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് ഇത് ബൾബ് ടൈമർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 10 മിനിറ്റോ ഇതിപ്പോൾ എത്രയാണ് ഇതാ പോട്ടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ 59 മിനിറ്റ് 99 മണിക്കൂറൊക്കെ നമുക്ക് അവേഴ്സ് നമുക്ക് വെക്കാം. ബാറ്ററി ചത്തില്ലെങ്കിൽ, സെൻസറും കത്തി പോയില്ലെങ്കിൽ. സോ 99 മണിക്കൂർ വരെ നിങ്ങൾക്ക് ലോങ് ആയിട്ട് ഇതിൻ്റെ അകത്തൊരു ഷട്ടർ സ്പീഡ് തുറന്നു വെക്കാൻ പറ്റും. അതെന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇറ്റ്സ് നൈസ്. അപ്പോൾ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 99 മണിക്കൂറൊന്നും വേണ്ട, പക്ഷെ നിങ്ങൾക്ക് ഒരു ഓവർനൈറ്റ് ഒരു സിംഗിൾ ലോങ് എക്സ്പോഷർ സ്റ്റാർ ട്രയൽസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. പക്ഷെ അതിൻ്റെതായ പോരായ്മകളുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ വെക്കാം.
എനിവേ മിൽക്കി വേ ഫോട്ടോഗ്രാഫി നമ്മൾ നോർമലി ട്രാക്ക് ചെയ്യുമ്പം ബൾബ് മോഡാണ് ഉപയോഗിക്കാറ്. കാരണം നമുക്ക് പലപ്പോഴും 2 മിനിറ്റ് 3 മിനിറ്റ് ട്രാക്ക് ചെയ്യേണ്ടി വരും. സോ അതാണ് ബൾബ് മോഡ്. ഇവിടെ ISOയും അപ്പർച്ചറും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഷട്ടർ സ്പീഡ് നമ്മളിവിടെ അല്ല കൺട്രോൾ ചെയ്യുന്നത്. ഇത് മാനുവൽ മോഡിൻ്റെ അപ്പനാന്ന് കൂട്ടിയാൽ മതി. ഷട്ടർ സ്പീഡ് അതിൻ്റെ സ്റ്റിറോയിഡ് അടിച്ച് മണ്ടേ പോകുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആൻഡ് വൺസ് യു പ്രസ് ഇറ്റ് ഇത് കൗണ്ട് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഓരോ ക്യാമറയ്ക്ക് ഓരോ മെക്കാനിസമാണ്. ഇനി ചില ക്യാമറകളിൽ ഇൻബിൽറ്റ് ഇന്റർവെലോമീറ്റർ ഇല്ല. ഓക്കെ, ഇൻബിൽറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ക്യാമറ ഉണ്ട്. എൻ്റെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന Canon 6Dയിൽ ഇൻബിൽറ്റ് ഇന്റർവെലോമീറ്റർ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മാനുവലായിട്ടുള്ള ചെറിയൊരു ഇന്റർവെലോമീറ്റർ വാങ്ങിച്ചാൽ മതി. ചെറിയ പൈസയേ ഉള്ളൂ, 500 രൂപ താഴെ കണ്ടേ വരുള്ളൂ. നിങ്ങൾക്ക് അത് വെച്ച് ഷട്ടർ റിലീസ് ചെയ്യാം. ഒരുപാട് ഉപകാരങ്ങളുണ്ട്, ടൈം ലാപ്സുകൾ കാര്യങ്ങളൊക്കെ ഉപകാരമുണ്ട്. അല്ലാണ്ട് നിങ്ങൾക്ക് ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കാം. ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇൻബിൽറ്റ് ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. നിങ്ങൾ പെട്ടെന്ന് ഈ ഷട്ടർ ഇന്റർവെലോമീറ്റർ ഒക്കെ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ബോണസ് ഇതാണ് പ്രോഗ്രാം മോഡ്. പ്രോഗ്രാം മോഡ് നിങ്ങളാണ് പ്രോഗ്രാം ചെയ്യുക. ഓട്ടോ മോഡിന്റെ തൊട്ട് മുകളിലുള്ള ഒരു മോഡാണ് നമ്മുടെ പ്രോഗ്രാം മോഡ്. പ്രോഗ്രാം മോഡിനകത്ത് ആ കൂടി വർക്ക് ചെയ്യുന്നത് ISOയും ഈ ലൈറ്റ് മീറ്ററുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ എക്സ്പോഷർ +2 ആണോ ഇതൊക്കെ നമുക്ക് ഇതൊരു ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ. നമുക്ക് എത്ര എക്സ്പോഷർ ആണ് ഈ സെറ്റിംഗ്സ് കൊണ്ട് വരണ്ടേ എന്നുള്ളതാണ്. ഇച്ചിരി ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് +1 സ്റ്റോപ്പ് ഓവർ എക്സ്പോസ്ഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഷട്ടർ സ്പീഡും അപ്പർച്ചറും വരും. എന്നാൽ നമുക്ക് കുറച്ചിങ്ങനെ കൃത്യമാണ് വേണ്ടതെങ്കിൽ അങ്ങനെയുള്ളത് വരും. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഇപ്പം 1/50th of a second, f1.4, ISO 100, ISO ഞാൻ ഓട്ടോ ഇടാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ISO 200. അപ്പോൾ അങ്ങനെ ഒരു സെറ്റിങ്സ് വന്നു. പക്ഷെ എനിക്കിപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പാണ് എടുക്കേണ്ടത് f8-ൽ. അപ്പം ഞാൻ എന്ത് ചെയ്യണം, എനിക്കിവിടെ ഒരു കോമ്പിനേഷൻ സെറ്റപ്പ് ആക്കാൻ പറ്റും. ആ ഒരു റേഞ്ചിൽ, അതായത് എക്സ്പോഷർ വാല്യൂ നഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ഒരു കോമ്പിനേഷൻ പറ്റും. എനിക്ക് ഷട്ടർ സ്പീഡ് ഇപ്പം അപ്പർച്ചർ ഞാനിപ്പോൾ f8-ൽ ഇട്ടു. സോ ക്യാമറ അതിനനുസരിച്ചുള്ള ഒരു ഷട്ടർ സ്പീഡ് നമുക്കിവിടെ തന്നു. കണ്ട, അപ്പം ഞാൻ വീണ്ടും താത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ f8, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പിനേഷനാണ്. ഇതിൽ ഏതാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ ഇപ്പോൾ ക്യാമറ പറയുന്നത് 0.3, അതായത് ഷട്ടർ സ്പീഡിലാണ് ഇപ്പം ഡയൽ നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ആക്ച്വലി എൻ്റെ ലക്ഷ്യം f8-ൽ എത്താനാണെങ്കിൽ അതിനനുസരിച്ചൊരു f8 എടുത്താണെങ്കിൽ ഞാൻ f8 എത്തുന്നിടം വരെ നമ്മളത് ഡയൽ ചെയ്തിട്ട് നമുക്കൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫോട്ടോ കിട്ടാൻ പ്രോപ്പർലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓട്ടോ മോഡ് പോലെയല്ല. ഓട്ടോ മോഡിനകത്ത് വൈറ്റ് ബാലൻസും കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ അതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഷട്ടർ സ്പീഡും അപ്പർച്ചറിൻ്റെയും കോമ്പിനേഷൻ നമ്മൾ വർക്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാം മോഡിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു റേഞ്ച് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ച് ഉപകാരപ്രദമായിരിക്കും. ബട്ട് ബോണസ് റൗണ്ടിൽ അത്ര എക്സ്പ്ലനേഷനേ ഉള്ളൂ മക്കളെ. സോ അതാണ് പ്രോഗ്രാം മോഡ്. പിന്നെ C1, C2, C3 എന്നൊക്കെ പറഞ്ഞാൽ ക്യാനോൻ്റെ കസ്റ്റമൈസ് ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. സോ ബേസിക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ വീഡിയോ ഇവിടെ ഇപ്പം നിർത്തുകയാണ്. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് ഹിസ്റ്റോഗ്രാമാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ഹിസ്റ്റോഗ്രാമിൽ നമുക്ക് കണ്ടുകൂട്ടാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അല്ല നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഉത്തരങ്ങൾ വേണ്ട കാര്യമാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക, വോയിസ് മെസ്സേജ് അയച്ച് ഞാൻ ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ, ടേക്ക് കെയർ, പീസ്.